സോ അങ്ങനെ കില്ല് എന്ന് പറയുന്ന മൂവി കണ്ടു. കുറച്ച് ലേറ്റായി സിനിമ കാണാൻ വേണ്ടിയിട്ട്. ബട്ട് റീസെൻ്റ് അടുത്താണ് ഇപ്പം എൻ്റെ തിയേറ്റേഴ്സിലൊക്കെ ഇത് വന്നത്. സോ തിയേറ്ററിൽ കണ്ടതിനെ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരധികം സാറ്റിസ്ഫാക്ഷനാണ്. ഭയങ്കരധികം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരധികം സാറ്റിസ്ഫാക്ഷനാണ്. കാരണം വെച്ചാൽ അമ്മാരി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കിടിലം പടം, കിടിലം എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ചി പടം, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വയലൻസ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ വയലൻസ് ആണ്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ ഇമ്മാതിരി ക്വാളിറ്റി സാധനത്തിൽ വയലൻസ് വെച്ചിട്ട്, ഹോളിവുഡ് ലെവൽ വയലൻസ് വെച്ചിട്ട് ഒരു പടം കാണുന്നത്. അത് ഒരു ഹിന്ദി പടം. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അമ്മാതിരി വയലൻസ് ആണ്. അതായത് ഈ സിനിമ തുടങ്ങിയിട്ട് കുറച്ചൊരു ലെവൽ അങ്ങനെയാണ് ഇതിൻ്റെ വയലൻസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളൂ. വയലൻസ് പ്ലസ് ആക്ഷൻ സെറ്റ് പീസസിലൊക്കെ കാണും, ഫൈറ്റ് സീക്വൻസ് ഒക്കെ. കുറച്ച് ആക്ഷൻ സീക്വൻസിൽ മുഹബത്ത് കൂടിയതിനെ കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമായി പടം. അതൊരു ഇന്ത്യൻ സിനിമയിൽ ഇമ്മാതിരി ഐറ്റങ്ങൾ ചെയ്തു വെക്കാന്ന് പറയുമ്പോൾ അത്രക്കും ഗംഭീരമായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ലയൺസ് ഗേറ്റ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തോന്നുന്നത്, അതായത് ജോൺ വിക്കെല്ലാം എടുത്ത പ്രൊഡക്ഷൻ കമ്പനി. സോ അവരെ ഇത് ഇംഗ്ലീഷിലേക്ക് റീമേക്ക് ചെയ്യാന്നെല്ലാം പറയുന്നുണ്ട് ഈ പടം. ബട്ട് ഇതിൻ്റെ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇത് ഫുള്ളി ട്രെയിനിൽ നടക്കുന്ന ഒരു കഥയാണ്. അതായത് തുടക്കം ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും കാണിച്ച് ഇവർ നേരെ ട്രെയിനിലേക്ക് ചാടുകയാണ്. പിന്നെ അങ്ങനത്തെ പരിപാടി അങ്ങ് തുടങ്ങുകയാണ്. അതായത് ഇന്ത്യൻ റെയിൽവേ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവരെ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രിക്കോഷൻസ് ഒക്കെ. അവിടെ മാത്രം കിട്ടുന്ന ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുമ്പോൾ ആ സാധനങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും കിട്ടൂല. സോ അവരെങ്ങനെ അത് റീമേക്ക് ചെയ്യുമ്പോൾ രസകരമായിട്ട് വരും എനിക്കറിയില്ല. ബട്ട് ഇന്ത്യൻ റെയിൽവേ അതിനെ കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഈ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിൽ. അതെല്ലാം വെച്ചാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഹീറോ ഇട്ടിട്ട് വില്ലന്മാരടക്കം പൊളിയാന്ന് വേണം പറയാം. വില്ലെന്ന് പറയുമ്പോൾ ക്ലാസ് വില്ലൻ കിഡിലാണ്. മൂപ്പരുടെ സ്വാഗ്, ഒരു സംസാര ശൈലിയൊക്കെ ഗംഭീരമാണ്. വില്ലന്മാരെന്നാണ് വേണം പറയാം. വില്ലനൊരു തലവനുണ്ട്, പിന്നെ കുറേ തടിച്ചൊരു മസിലുള്ള ചങ്ങായാലുണ്ട്. ചങ്ങായിലെ ഡെത്തെല്ലാം കാണിക്കുന്ന സീനെല്ലാം ഉണ്ട്, പൊളിയാണ്. വയലൻസ് പീക്ക് ലെവൽ വയലൻസ് ആണെന്ന് പറയാം. അത് ഫസ്റ്റൊക്കെ ഒരു മിനിമൽ ഒരു ബേസിക് സാധനത്തിൽ തുടങ്ങി പിന്നെ ലെവൽ പോവാണ്. ഒരു കില്ലൊരു ടൈറ്റിൽ വരാണ്ട്, ആ ടൈറ്റിലിന് ശേഷം പിന്നെ പടപടാന്ന് പറഞ്ഞിട്ട് പോവാണ്. ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ സീക്വൻസ്. ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഫുൾ കഥ നടക്കുന്നത്. തുടക്കം സ്ലോ ആണ് കുറച്ച്. അത് ക്യാരക്ടേഴ്സും അവരെ ബോണ്ടിങ്, ഇമോഷൻസ്, റിലേഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. സോ അവിടെ നിന്ന് ഇവിടെ ട്രെയിനിലേക്ക് പിന്നെ ചാടി കയറി പിന്നെ ട്രെയിനിനാണ് ഫുൾ പരിപാടി നടക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ട്രെയിനാണ്. ആ ഒരു ട്രെയിനിൽ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു സാൻഡിലേക്ക് ഒരു പോക്കാണ്. പിന്നെ ഒരു ടൈറ്റ് ചെയ്ത് കഴിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ചാട്ടുണ്ട്. അവിടെ നിന്ന് വേറെ ലെവലാണ് പോകണം, വേറെ മൂഡിലാണ് പോകുന്നത്. ലെവൽ സാധനം അത്രയും ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന സീനുണ്ട്. പിന്നെ ഒരു വായനുള്ളിൽ കത്തി അങ്ങനത്തെ കുറേയധികം വയലൻസ് ആയിട്ടുള്ള സീനുണ്ട്. ഒരു 18+ കണ്ടന്റ് അല്ല, അതൊരു 35+ എന്നിട്ട് പറയേണ്ടി വരും. നല്ല ലെവലിൽ വെച്ചിട്ടുണ്ട്. ചോരെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ തെറിക്കുകയാണ്. കണ്ടിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരുന്ന കുറേ സീക്വൻസ് എല്ലാം ഉണ്ട്. സോ എനിക്ക് ഇങ്ങനത്തെ സിനിമയിലത്തെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണോ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. പോരാത്തെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് വിശ്വസിക്കാൻ നല്ല പാടുണ്ട്. കാരണം അന്മാരി ക്വാളിറ്റിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സീനിൽ മാത്രം ഡൗൺ ആയി തോന്നുന്നുണ്ട്. അതായത് തലയിൽ ഫയർ വരുന്ന ഒരു സീൻസ് ഉണ്ട്. അത് കുറച്ച് ഡൗൺ ആയി തോന്നി. എൻ്റെ VFX കാര്യങ്ങൾ കുറച്ച് ലോ ആയിട്ട് തോന്നുന്നു. ബാക്കി എല്ലാം പൊളിയാണ്. ആ ഒരു സീനൊക്കെ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. സോ അങ്ങനെ പോവാണ് പടം. പിന്നെ ഹീറോ എന്ന് പറയുമ്പോൾ മുമ്പിനും കണ്ട ആക്ടറൊന്നും അല്ല, മൂപ്പറിൻ്റെ അകത്ത് പൊളിച്ചിട്ടുണ്ട്. ആൻഡ് വില്ലന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ആ റിവെഞ്ചിലേക്ക് പോകുന്നതിനെ കാണാൻ ഭയങ്കര രസമാണ്. അതിന് ശേഷം പടം വേറെ ലെവലാണ്. സോ വയലൻസ് ഒരു രക്ഷയില്ല. സ്പിന്നിങ് അതിനകത്ത് മെയിനായിട്ട് പറയാനില്ല വെച്ചാൽ ഇതിൻ്റെ ഹീറോൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രം ഈ കഥ പോകുന്നത്. അത് വില്ലൻസിൻ്റെ പെർസ്പെക്റ്റീവിലും ഈ കഥ പോകുന്നുണ്ട്. അതായത് ഒരു ട്രെയിനിൻ്റെ അപ്പുറത്തെ ഹീറോ ആണെങ്കിൽ ഇപ്പുറത്തെ വില്ലൻസ് ആണെങ്കിൽ അവർ രണ്ടാളുടെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത്. സോ അവർക്ക് ഇടയിൽ ഒരു മരണം നടക്കുമ്പോൾ അവരെ ഒരു ഇമോഷൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇവരെ ഹീറോൻ്റെ അടക്കം ഒരു മരണം നടക്കുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് നല്ല ക്യാരക്ടേഴ്സ് തമ്മിൽ ബോണ്ടിങ് കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇമോഷണൽ ആയിക്കോട്ടെ എല്ലാം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ അത് മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒരു ക്യാരക്ടേഴ്സിന് ഇമോഷൻസും കാര്യങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അത്രയ്ക്ക് അടുപ്പം തോന്നും. ഈവൻ നമ്മളെ മൂള, അതായത് CID മൂസിലെ ഹേ മൂള എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ചങ്ങയുണ്ട്. ഇപ്പോൾ ഫുഡ് ബ്ലോഗറിലാണ് ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾക്ക് അറിയായിരിക്കും, പേര് അറിയില്ല, സോറി. സോ ആ ഒരു ക്യാരക്ടറിനെ നല്ലൊരു ഹെവി ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. പൊളിയാണ് ആ ഒരു ക്യാരക്ടർ. അങ്ങനത്തെ കുറച്ച് നല്ല കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈവൻ വില്ലന്മാരിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്, ഇൻട്രസ്റ്റ് വന്നത്. ഹീറോ തന്നെ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വില്ലന്മാരെ തൂക്കിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല ഗംഭീര സീക്വൻസ് ആണ്. അതായത് രോമാഞ്ചം വരുത്ത സീക്വൻസ് ഉണ്ട്. ഒരു കിൽ കൗണ്ട് പോലത്തെ കാണിക്കുന്ന സീക്വൻസ് എല്ലാം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചിൽ കൈവച്ച് പറയാം. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗംഭീര ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു പടയെന്ന് വെച്ചാൽ അത് തന്നെയാണ് കിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ ഒരു പേരിന് ഉചിതമായ സിനിമ. അമ്മാരി നല്ല ഗംഭീരം വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല, ഗഡിലായിട്ട് ഇഷ്ടപ്പെട്ടു.
ഞാൻ 10/10 കൊടുക്കുകയാണെങ്കിൽ 10/10 കൊടുക്കും. അത് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കണക്ഷൻസ് ഇവർ നല്ല രീതിക്ക് നമുക്ക് തന്നിട്ടുണ്ട്, ഇമോഷൻസ് ആയും തന്നിട്ടുണ്ട്, അതായത് വയലൻസ് ആണെങ്കിൽ അത് നല്ലോണം തന്നിട്ടുണ്ട്. എന്താണ് ഈ സിനിമയിൽ ആവശ്യം അതെല്ലാം ഇവർ തന്നിട്ടുണ്ട്. വേറൊരു അനാവശ്യ പ്ലോട്ടോ അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ഒന്നും സിനിമ ചാടി പോയിട്ടില്ല. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തുടക്കം തൊട്ട് അവസാനം വരെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ നിർത്തുന്നത്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് മാസീവ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്റർ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മിസ് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. കുറച്ച് ലേറ്റ് ആയെങ്കിലും സിനിമ തിയേറ്ററിന് കാണാൻ പറ്റിയെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. വേറെ ഒന്നും സിനിമ പറ്റി കൂടുതൽ പറയാനില്ല. വയലൻസൊക്കെ അത്ര പറയാനുള്ളൂ. സോ കണ്ടിട്ടാണ് എന്തായാലും കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട്, ബട്ട് നീണ്ടു പോകും. കുറേ സ്പോയിലേഴ്സും കാര്യങ്ങളും പറഞ്ഞു, അതുകൊണ്ടാണ്. സോ പടം കണ്ടിട്ടാണ് എന്തായാലും കണ്ടു നോക്കുക.